Next we shall discuss marine insurance policy conditions or clauses. മറൈൻ ഇൻഷുറൻസ് ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. Appropriate conditions are added to the policy in order to make the policy suitable for different types of contracts. പല വിധത്തിലുള്ള കോൺട്രാക്റ്റുകൾക്ക് ഒരു പോളിസി സ്യൂട്ടബിൾ ആകുന്നതിന് വേണ്ടി പല കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്ലോസസ് മറൈൻ ഇൻഷുറൻസ് പോളിസി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്ലോസസ് എന്താണ്? ഓരോ തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള യൂസേഴ്സിന് സ്യൂട്ടബിൾ ആകുന്നതിന് വേണ്ടിയാണ് ഈ കണ്ടീഷൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എന്താണ്? ദീസ് കണ്ടീഷൻസ് ആർ ഇൻസേർട്ടഡ് ഇൻ ദി പോളിസി ഇൻ ദി ഫോം ഓഫ് ക്ലോസസ്. സോ കണ്ടീഷൻസ് അറ്റാച്ച്ഡ് ടു എ മറൈൻ ഇൻഷുറൻസ് പോളിസി ഈസ് നോൺ ആസ് ദി ക്ലോസസ്. ഇനി പ്രധാനപ്പെട്ട ക്ലോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലോസസ് റിലേറ്റിംഗ് ടു ഹൾ ക്ലോസസ്. Clauses in the hull clauses. Hull means body of a watercraft. So through these clauses, through hull clauses, the insurer agrees to indemnify the loss or damage caused to the vessel due to the perils named in the insurance contract. Hull clause എന്താ പറഞ്ഞിരിക്കുന്നത്? Hull clause. So through hull clauses, the insurer agrees to indemnify the loss or damage caused to the vessel. ഇപ്പോൾ സീ വെസലിന് അല്ലെങ്കിൽ ഷിപ്പിന് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് ഡാമേജസ് പ്രൊവൈഡ് ചെയ്യാമെന്നുള്ള അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് കൊടുക്കാമെന്നുള്ള ഒരു കോൺട്രാക്റ്റിൽ വരുന്ന വ്യവസ്ഥകൾ എന്താണ്? ഹൾ ക്ലോസസ് ആണ്. അപ്പം ഹൾ ക്ലോസ് റിലേറ്റഡ് ടു ദി ബോഡി ഓഫ് എ വാട്ടർ ക്രാഫ്റ്റ് ഓർ ബോഡി ഓഫ് എ വെസൽ. ദെൻ സെക്കൻഡ്ലി കാർഗോ ക്ലോസസ്. ദീസ് ക്ലോസസ് ആർ യൂസ്ഡ് ഇൻ ഇൻഷുറൻസ് ഓഫ് കാർഗോ ആൻഡ് ആർ ഇൻക്ലൂഡഡ് ഇൻ കാർഗോ പോളിസീസ്. ഇൻഷുറൻസ് കാർഗോയുമായിട്ട് ബന്ധപ്പെട്ട കമ്മോഡിറ്റീസ് ലോഡഡ് ഇൻ എ ഷിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലോസസ് എന്ന് പറയുന്നത് കാർഗോ ക്ലോസസ് ആണ്. ദെൻ ഫ്രൈറ്റ് ക്ലോസസ്, ഫ്രൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലോസസ്. ഇപ്പോൾ ഇൻഷുറൻസ് ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് കിട്ടാനുള്ള ഫ്രൈറ്റ് ചാർജസുമായിട്ട് ബന്ധപ്പെട്ട ക്ലോസസ് ആണ് നമ്മൾ ഫ്രൈറ്റ് ക്ലോസസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഇതിൽ തന്നെ നമ്മളെന്താ പ്രധാനപ്പെട്ട നമ്മൾ ഈ ഒരു 3 ഹെഡിങ്ങിലാണ് ഹൾ ക്ലോസസ്, കാർഗോ ക്ലോസസ് ആൻഡ് ഫ്രൈറ്റ് ക്ലോസസ്. ഈ 3 ഹെഡിങ്ങിലാണ് മറൈൻ ഇൻഷുറൻസ് ക്ലോസസ് നമ്മൾ സാധാരണഗതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അതിൽ തന്നെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു ക്ലോസ് ആണ് അസൈൻമെൻറ്റ് ക്ലോസ്. സോ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻറ്റ് മറൈൻ ഇൻഷുറൻസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസൈൻമെൻറ്റ് ക്ലോസ് തൊട്ട് തുടങ്ങിയാൽ മതി. അസൈൻമെൻറ്റ് ക്ലോസ്. സോ ദീസ് ക്ലോസ് മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് എ മറൈൻ ഇൻഷുറൻസ് പോളിസി ക്യാൻ ബി അസൈൻഡ്. അസൈൻമെൻറ്റ് ക്ലോസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എ മറൈൻ ഇൻഷുറൻസ് പോളിസി ക്യാൻ ബി അസൈൻഡ് അൺലെസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റഡ് ബൈ ദി ഇൻഷുറർ. അൺലെസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റഡ് ബൈ ദി ഇൻഷുറർ ഇൻ ദി ഇൻഷുറൻസ് പോളിസി. ഇൻഷുറൻസ് പോളിസിയിൽ എക്സ്പ്രസ് ആയിട്ട് പ്രോഹിബിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു മറൈൻ ഇൻഷുറൻസ് പോളിസി എന്താണ്? അസൈൻ ചെയ്യാം. ഒരു മറൈൻ ഇൻഷുറൻസ് പോളിസിയുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാം. So in case of cargo insurance, the policy can be freely assigned, but in case of hull insurance, it can be assigned with the consent of the insurer. Cargo insurance ആണെങ്കിൽ അത് ഇൻഷുററിൻ്റെ മുൻകൂട്ടിയുള്ള അനുവാദമില്ലാതെ അസൈൻ ചെയ്യാം. അതേസമയം ഹൾ ഇൻഷുറൻസ് ആണെങ്കിൽ അതിൻ്റെ അസൈൻമെൻറ്റിന് മുമ്പ് തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ കൺസെൻറ്റ് വാങ്ങിയിരിക്കണം. ദെൻ at and from clause. അടുത്തൊരു ക്ലോസ് at and from clause. So this clause is applicable to hull and freight insurance and state that the time when the risk coverage commences at and from clause. ഇപ്പോൾ എപ്പോഴാണ് റിസ്ക് കമൻസ് ആകുന്നത്? ഇനി എപ്പോഴാണ് റിസ്ക് കമൻസ് ആകുന്നത്? then again എവിടെ വെച്ചാണ് ഈ റിസ്ക് കമൻസ് ആകുന്നത്? എപ്പോൾ എവിടെ വെച്ച് റിസ്കിൻ്റെ കവറേജ് ആരംഭിക്കുന്നു? As per this clause, the risk coverage commences when the ship is lying at the port of departure and from the time it leaves the port. At and from ഒരു കപ്പൽ സീ പോർട്ടിൽ ലാൻഡ് ആകുന്ന സമയം തൊട്ട് അതിന് ഡിപ്പാർച്ചർ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ ഈ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റിസ്ക് കവറേജ് ഉണ്ടാകും, റിസ്ക് കവറേജ് കിട്ടും. So the clause at and from Visakhapatnam indicates that the risk is covered when the ship is at Visakhapatnam port. ഇപ്പോൾ ക്ലോസ് കൊടുത്തിരിക്കുന്നത് എന്താ? ദി ക്ലോസ് അറ്റ് ആൻഡ് ഫ്രം വിശാഖപട്ടണം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? വിശാഖപട്ടണം പോർട്ടിൽ ഈ ഷിപ്പ് വരുന്നിടം തൊട്ട് ആൻഡ് ഓൾസോ വെൻ ലീവ്സ് ദിസ് പോർട്ട്, പിന്നീട് അത് വിശാഖപട്ടണം പോർട്ടിൽ നിന്ന്
യാത്ര ആരംഭിക്കുന്നിടം വരെ അറ്റ് ആൻഡ് ഫ്രം വിശാഖപട്ടണം പോർട്ടിൽ കപ്പൽ എത്തുന്ന സമയം തൊട്ട് അതിൻ്റെ യാത്ര ഉൾപ്പെടെയുള്ള ഒരു കവറേജാണ് അറ്റ് ആൻഡ് ഫ്രം ക്ലോസ്. ദെൻ ട്രാൻസിറ്റ് ക്ലോസ് ഓർ വെയർഹൗസ് ടു വെയർഹൗസ് ക്ലോസ്. ദിസ് ക്ലോസ് കവേഴ്സ് ദി റിസ്ക് ഓഫ് ഷിപ്പിംഗ് ഗുഡ്സ് ഫ്രം സെൻഡേഴ്സ് വെയർഹൗസ് ടു റിസീവേഴ്സ് വെയർഹൗസ്. ഇവിടെ എന്താ വെയർഹൗസ് ടു വെയർഹൗസ്, ഈയുടെ റിസ്ക് കവറേജ് എന്താ ഫ്രം സെൻഡേഴ്സ് വെയർഹൗസ് ടു റിസീവേഴ്സ് വെയർഹൗസ്. ഇപ്പം ഓൺ ദി വേ ട്രാൻസിറ്റിലെല്ലാം കിട്ടും. ഇപ്പോൾ സെൻഡേഴ്സിൻ്റെ വെയർഹൗസിൽ നിന്നും നമ്മൾ ട്രക്ക് മുഖാന്തരമോ മറ്റേതെങ്കിലും മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചോ ആണ് ഷിപ്പിൽ ഇത് ലോഡ് ചെയ്യുന്നതിനോട് കൊണ്ടുപോകുന്നതെങ്കിൽ ആ സമയത്ത് ആ ട്രാൻസിറ്റ് ടൈമിൽ വരുന്ന ഡാമേജസിനും കിട്ടും. അതുപോലെ ഇത് റിസീവേഴ്സിൻ്റെ ഗോഡൗണിൽ എത്തുന്നത് വരെ എപ്പോഴെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡാമേജസിനെല്ലാം തന്നെ കവറേജ് കിട്ടുന്ന ഒരു ക്ലോസാണ് ട്രാൻസിറ്റ് ക്ലോസ് ഓർ വെയർഹൗസ് ടു വെയർഹൗസ് ക്ലോസ്. Then change of voyage clause or deviation clause. So the port of departure and route to be followed by ship in reaching the destination are mentioned in the policy. സാധാരണഗതിയിൽ പോർട്ട് ഓഫ് ഡിപ്പാർച്ചറും റൂട്ടും ഡെസ്റ്റിനേഷനും പോളിസിയിൽ മെൻഷൻ ചെയ്തിരിക്കും. ഇഫ് ദി ഷിപ്പ് ചേഞ്ചസ് ഇറ്റ്സ് ഒറിജിനൽ റൂട്ട്, ഇനി പോളിസിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന റൂട്ടിന് പകരമായിട്ട് ഷിപ്പ് അതിൻ്റെ റൂട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ unless the policy otherwise provides, the insurer is not liable to indemnify the loss. ഇനി പോളിസിയിൽ ഇങ്ങനൊരു ചേഞ്ച് ഓഫ് റൂട്ട് എക്സ്പ്രസ്ലി അലോ ചെയ്തിട്ടില്ല എങ്കിൽ ഈ റൂട്ട് ചേഞ്ചിരിക്കുന്ന സമയത്തുണ്ടായിരിക്കുന്ന ചേഞ്ച് ഓഫ് റൂട്ടിൽ മുഖാന്തരം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു ബാധ്യത ഇൻഷുറൻസ് കമ്പനിക്കില്ല. ഇതാണ് ചേഞ്ച് ഓഫ് വോയേജ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്, ഡീവിയേഷൻ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്. പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന അതേ റൂട്ട് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ദെൻ ടച്ച് ആൻഡ് സ്റ്റേ ക്ലോസ്. ഇവിടെ ഈ ടച്ച് ആൻഡ് സ്റ്റേ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദിസ് ക്ലോസ് സ്റ്റേറ്റ് ദാറ്റ് ദി ഷിപ്പ് ഷുഡ് ടച്ച് ആൻഡ് സ്റ്റേ ഓൺലി അറ്റ് ദോസ് പോർട്സ് വിച്ച് ആർ മെൻഷൻ ദി പോളിസി. ഇപ്പോൾ ടച്ച് ആൻഡ് സ്റ്റേ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ഷിപ്പ് ഈ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പോർട്ടുകളിൽ മാത്രമേ ടച്ച് ആകാനും സ്റ്റേ ആകാനും പാടുള്ളൂ. If any damage happens in any other place, then the insurance company is not liable. ഡാമേജ് സംഭവിക്കുന്ന മറ്റെവിടെയെങ്കിലും വെച്ചാണെങ്കിൽ, ഇപ്പോൾ ഡീവിയേറ്റ് ചെയ്തു, ഇപ്പം മറ്റൊരു പോർട്ടിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നതെങ്കിൽ അതിന് ഡാമേജ് കൊടുക്കാനുള്ള ബാധ്യത ടച്ച് ആൻഡ് സ്റ്റേ ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കില്ല. ദെൻ ഇൻച്ച്മാരി ക്ലോസ് ഓൺ നെഗ്ലിജൻസ് ക്ലോസ്. എന്താ ഇൻച്ച്മാരി ക്ലോസ്, നെഗ്ലിജൻസ് ക്ലോസ്? ഇതൊരു ഫേമസ് കേസ് കൊണ്ടാണ് ഇങ്ങനൊരു പേര് ഇതിന് വന്നിരിക്കുന്നത്. ദിസ് ക്ലോസ് വാസ് ഇൻസർട്ട് ആഫ്റ്റർ എ ഫേമസ് കേസ് ഇൻവോൾവിംഗ് ഷിപ്പ് നെയിം ഇൻച്ച്മാരി. ഇൻച്ച്മാരി എന്ന പേരുള്ള ഒരു ഷിപ്പുമായിട്ട് ഈ ഷിപ്പ് ഉൾപ്പെടപ്പെട്ട ഒരു കേസിൻ്റെ അനന്തര ഫലമായിട്ടാണ് ഇങ്ങനൊരു ക്ലോസ് നിലവിൽ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അഡീഷണൽ പെരിസ് ക്ലോസ്. ഇത് അഡീഷണൽ ഒരു പെരിൽ ക്ലോസ് ആണ്. ഇൻച്ച്മാരി ക്ലോസ് കവേഴ്സ് ഡാമേജ് ദാറ്റ് ആർ കോസ്ഡ് ബൈ നെഗ്ലിജൻസ് ഓഫ് ദി ഷിപ്പ് പേഴ്സണൽ. ഇപ്പോൾ ഇൻച്ച്മാരി ക്ലോസിൽ എന്താ? ഡാമേജസ് അല്ലെങ്കിൽ കോസ്ഡ് ബൈ നെഗ്ലിജൻസ് ഓഫ് ദി ഷിപ്പ് പേഴ്സണൽ സച്ച് ആസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ക്യാപ്റ്റൻസ് വൈൽ നാവിഗേറ്റിംഗ്. ഇത് കടലിലൂടെ ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ കടലിൽ എന്താ കപ്പലിലെ യാത്രക്കാരുടെ ഉപേക്ഷ കൊണ്ട്, നെഗ്ലിജൻസ് കൊണ്ട് സംഭവിക്കുന്ന നഷ്ടങ്ങൾ, അതിന് കവറേജ് കൊടുക്കുന്ന ഒരു ക്ലോസ് ആണ് ഇൻച്ച്മാരി ക്ലോസ്. So this clause also covers loss by explosives or latent defect in machinery or hull. അപ്പോൾ മിഷനറി ഡിഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ബോഡിയുടെ വാട്ടർ ക്രാഫ്റ്റിൻ്റെ ബോഡിക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും ഡിഫക്റ്റ് കൊണ്ടോ ഒക്കെ വരുന്ന നഷ്ടങ്ങൾക്കും ഇൻച്ച്മാരി ക്ലോസ് പ്രകാരം നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. അപ്പം മെയിൻലി ഇറ്റ് കവേഴ്സ് ഡാമേജ് ദാറ്റ് ആർ കോസ്ഡ് ബൈ ദി നെഗ്ലിജൻസ് ഓഫ് ദി പേഴ്സണൽ സച്ച് ആസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ക്യാപ്റ്റൻസ് ഓഫ് വൈൽ നാവിഗേറ്റിംഗ്. അപ്പോൾ അതാ പ്രധാനമായിട്ടും കപ്പലിലെ ജോലിക്കാരുടെ നെഗ്ലിജൻസ് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കവറേജ് കൊടുക്കുന്ന ഒരു ക്ലോസാണ് ഇൻച്ച്മാരി ക്ലോസ്. ദെൻ നെക്സ്റ്റ് ഈസ് സ്യൂ ആൻഡ് ലേബർ ക്ലോസ്. ദിസ് ക്ലോസ് അലൗസ് ദി ഇൻഷുർഡ് ടു റിക്കവർ എനി റീസണബിൾ എക്സ്പെൻസസ് ഇൻ ഓർഡർ ടു മിനിമൈസ് ഓർ അവോയ്ഡ് ദി ലോസ് ടു ദി സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ്, ദി ലോസ് ഫോർ വിച്ച് ദി ഇൻഷുറർ വുഡ് ഹാവ് ബീൻ ലയബിൾ അണ്ടർ ദി പോളിസി. നഷ്ടം സംഭവിക്കുന്നൊരവസരത്തിൽ എന്താണ് അതിൻ്റെ അകത്ത് ഇൻഷുറർ ഈസ് അലൗഡ്, ദിസ് ക്ലോസ് അലൗസ് ദി ഇൻഷുർഡ് ടു റിക്കവർ. ഇതിൻ്റെ ഈ പോളിസി എമൗണ്ട് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇൻഷുർഡ് ചെലവഴിക്കുന്ന തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് റിക്കവർ ചെയ്യാമെന്നുള്ളൊരു ക്ലോസാണ് സ്യൂ ആൻഡ് ലേബർ ക്ലോസ്.
Then waiver clause. This clause is supplementary to sue and labor clause. Waiver clause states that any act of the insured or the insurer to protect, recover and preserve the subject matter of insurance shall not be taken to mean that the insured wants to waive the compensation. ഇപ്പോൾ ഇൻഷുർഡോ അല്ലെങ്കിൽ ഇൻഷുററോ പ്രോപ്പർട്ടിയെ സേവ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് വേണ്ട എന്നല്ല കണക്കാക്കേണ്ടത്. ഇപ്പം വേവ് ദി കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം വേണ്ടെന്ന് തീരുമാനിക്കുന്നതല്ല കണക്കാക്കേണ്ടത്. നഷ്ടപരിഹാരം അവിടെയും ക്ലെയിം ചെയ്യാം. അതാണ് വെയ്വർ ക്ലോസ്. ദെൻ മെമ്മോറാണ്ടം ക്ലോസ്. ദിസ് ക്ലോസ് ഈസ് ഇൻക്ലൂഡ് ഇൻ ഹൾ ഇൻഷുറൻസ് പോളിസി. റണ്ണിംഗ് ഡൗൺ ക്ലോസ് ആണ്. റണ്ണിംഗ് ഡൗൺ ക്ലോസ് ഉണ്ട്. മെമ്മോറാണ്ടം ക്ലോസ്. ദിസ് ക്ലോസ് റിലീസ് ദി ഇൻഷുറർ ഫ്രം പേയിങ് സ്മോൾ ലോസസ്. മെമ്മോറാണ്ടം ക്ലോസ് എന്താ? ചെറിയ ചെറിയ നഷ്ടങ്ങൾ പേ ചെയ്യുന്നതിൽ നിന്നും ഇൻഷുറൻസ് കമ്പനിക്ക് എക്സംഷൻ കൊടുക്കുന്ന ഒരു ക്ലോസ് ആണ് മെമ്മോറാണ്ടം ക്ലോസ്. ദെൻ റണ്ണിംഗ് ഡൗൺ ക്ലോസ്. This clause is included in hull insurance policies. So running down clause covers the loss or damage done to another ship. Running down clause covers the loss or damage done to another ship or its cargo resulting from a collision with the insured vessel. ഇൻഷുറൻസ് കവറേജ് എടുക്കുന്ന വെസൽ മറ്റേതെങ്കിലും ഒരു വെസലുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ, കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അതുമൂലം സംഭവിക്കുന്ന ഡാമേജസിന് നഷ്ടപരിഹാരം കൊടുക്കാവുന്ന അല്ലെങ്കിൽ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യപ്പെടുന്ന ഒരു ക്ലോസാണ് റണ്ണിംഗ് ഡൗൺ ക്ലോസ് ഓർ കൊളീഷൻ ക്ലോസ്. സോ ദിസ് ക്ലോസ് ഈസ് ഓൾസോ കോൾഡ് കൊളീഷൻ ക്ലോസ്. ദെൻ reinsurance clause. If the insurer finds that the financial commitment arising of risk insured is on any vessel is too burdensome. അപ്പം ഇവിടെ എന്താ, ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് തോന്നുകയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്ന റിസ്ക് വളരെ കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ റിസ്കിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അനുവദിക്കുന്ന ഒരു ക്ലോസാണ് റീഇൻഷുറൻസ് ക്ലോസ്. റീഇൻഷുറൻസ് ക്ലോസ് അലൗസ് ആൻ ഇൻഷുറൻസ് കമ്പനി ടു റീഇൻഷുർ എ പാർട്ട് ഓഫ് ദി liability undertaken by him or even full can be transferred. Then continuation clause. This clause is used a time policy. Time പോളിസികളിൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അലൗ ചെയ്യുന്ന ഒരു ക്ലോസ് ആണ് കണ്ടിന്യൂവേഷൻ ക്ലോസ്. Then perils of the sea clause. So these clause are applicable only to fortuitous by chance accidents. ചാൻസ് മുഖാന്തരം അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ടുണ്ടാകാവുന്ന അപകടങ്ങൾക്ക് കവറേജ് കൊടുക്കുന്ന ഒരു ക്ലോസാണ് പെരിൽസ് ഓഫ് ദി സീ ക്ലോസ്. ദെൻ ജെട്ടിസൺ ക്ലോസ്. ജെട്ടിസൺ മീൻസ് ത്രോയിങ് ഓവർബോർഡ് പാർട്ട് ഓഫ് ദി കാർഗോ ഇൻ എ ഷിപ്പ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി വെയിറ്റ് ഓഫ് ദി ഷിപ്പ്. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു കണ്ടിൻജൻസി ഉണ്ടായി കഴിയുമ്പോൾ കപ്പലിൽ നിന്നും കാർഗോ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുന്നു. അതിൻ്റെ വെയിറ്റ് കുറച്ചിട്ട് സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി ഒരു കപ്പലിനെ സീ പൈററ്റ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ സീ പൈററ്റ്സിന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കപ്പലിൽ ലോഡ് ചെയ്യുന്ന കുറേ കാർഗോ കടലിലേക്ക് വലിച്ചെറിയുന്നു. ഇതുമൂലമുണ്ടാകുന്ന നഷ്ടത്തിന് കവറേജ് കൊടുക്കുന്ന ഒരു ക്ലോസാണ് ജെട്ടിസൺ ക്ലോസ്. So jettison means throwing overboard a part of the cargo in a ship in order to reduce the weight of the ship in emergencies. ഇപ്പം എന്തെങ്കിലും പ്രത്യേക ഒരു എമർജൻസി അത് ആവശ്യമായിട്ട് വന്നു, ഷിപ്പിൻ്റെ വെയിറ്റ് കുറച്ചിട്ട് സ്പീഡ് കൂട്ടണം. ജെറ്റ്സൺ ക്ലോസ് കവേഴ്സ് ദി ലോസ് എറൈസിങ് ഔട്ട് ഓഫ് സച്ച് ത്രോയിങ് ഓഫ് ഗുഡ്സ്. ഇങ്ങനെ ഈ സാധനങ്ങൾ കടലിലേക്ക് വലിച്ചെറിയുന്നുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കവറേജ് കൊടുക്കാവുന്ന മെൻഷൻ ചെയ്യുന്ന ഒരു ക്ലോസാണ് ജെറ്റ്സൺ ക്ലോസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട മറൈൻ ക്ലോസസ്, മറൈൻ ഇൻഷുറൻസ് ക്ലോസസ്. ഈ മറൈൻ ഇൻഷുറൻസ് ക്ലോസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്താ 10 മാർക്കിൻ്റെയോ 15 മാർക്കിൻ്റെയോ ഒക്കെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻറ്റ് മറൈൻ ഇൻഷുറൻസ് ക്ലോസസ്. ദെൻ നെക്സ്റ്റ് ഈസ് ഫയർ ഇൻഷുറൻസ്. സോ ഫയർ ഇൻഷുറൻസ് കോൺട്രാക്ട് കവേഴ്സ് റിസ്ക് ഡാമേജ് ബൈ ഫയർ. അപ്പം തീപിടുത്തം മൂലമുണ്ടാകുന്ന ഡാമേജസിന് കവറേജ് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഫയർ ഇൻഷുറൻസ്. ലോസ് കോസ് ബൈ ഫയർ, തീപിടുത്തം മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കവറേജ് കൊടുക്കുന്ന ഒരു പോളിസിയാണ് ഫയർ ഇൻഷുറൻസ് പോളിസി. സെക്ഷൻ 2 സബ്സെക്ഷൻ 6A of the Insurance Act 1938 defines fire insurance as the business of effecting otherwise than incidental to some other class of insurance business contract of insurance against loss by or incidental to fire or other occurrence customarily included among the risk insured against the fire insurance policies. ജനറലി നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താ, ഫയർ ഇൻഷുറൻസ് ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു എനി ലോസ് കോസ് ബൈ ഫയർ. തീപിടുത്തം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കവറേജ് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് അറേഞ്ച്മെൻ്റാണ് ഫയർ ഇൻഷുറൻസ്.
ഇപ്പം തീപിടുത്തം മൂലം അല്ലെങ്കിൽ അനുബന്ധമായിട്ട് വരുന്ന നഷ്ടങ്ങൾ. നമ്മൾ ഈ ഫയർ ഇൻഷുറൻസിൻ്റെ ഏതൊക്കെ റിസ്ക് ആണ് ഫയർ ഇൻഷുറൻസിൽ ജനറലി കവറപ്പ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഏതൊക്കെ റിസ്കിനാണ് ഫയർ ഇൻഷുറൻസിൽ കവറേജ് കിട്ടാവുന്നത്? ഫോളോയിങ് ആർ സം ഓഫ് ദി റിസ്ക് കവേർഡ് അണ്ടർ ഇൻഷുറൻസ് പോളിസി. ഫയർ ഇൻഷുറൻസ് പോളിസിയിൽ കവർ ചെയ്യപ്പെടാവുന്ന കവറേജ് കിട്ടാവുന്ന റിസ്ക് എന്തൊക്കെയാണ്? ഒന്ന്, ഫയർ, തീപിടുത്തം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ. ദാറ്റ് മീൻസ് implies fire with visible flames. Fire, damage due to fire with visible flames. നമുക്ക് കാണാവുന്ന രീതിയിൽ തീ ആളിക്കത്തുമ്പോൾ സാധനങ്ങൾക്ക് സംഭവിക്കുന്ന നഷ്ടം. സെക്കൻഡ്ലി, ലൈറ്റ്നിങ്. ഫോർ എക്സാമ്പിൾ, ലൈറ്റ്നിങ് ക്യാൻ കോസ് ഫയർ or other source of damage like cracks in the building, broken roof, which a fire insurance will cover. ഇപ്പം ഇവിടെ എന്താ, നമുക്ക് തീ ആളിക്കത്തുന്നില്ല, പക്ഷേ എന്താ, ഒരു മിന്നൽ മുഖാന്തരം, ലൈറ്റ്നിങ് കാരണം ബിൽഡിങ്ങിന് ക്രാക്ക് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ ഏതെങ്കിലും ഭാഗം റൂഫിന് ഡാമേജ് സംഭവിക്കുന്നു. അപ്പം ഇങ്ങനെ വരുന്ന ഡാമേജിന് കൊടുക്കുന്ന ഒരു കവറേജ് എന്താണ്? അതും ഫയർ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഡാമേജ് കോസ് ഡ്യൂ ടു ലൈറ്റ്നിങ്, ക്രാക്സ് ഓർ സം പാർട്ട് ഓഫ് ദി റൂഫ് ഈസ് ത്രോൺ അവേ, തെറിച്ചുപോയി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിന് കൊടുക്കുന്ന ഒരു കവറേജ് എന്താ? നമുക്ക് ലൈറ്റ്നിങ് മുഖാന്തരം ഉണ്ടാകുന്ന ഫയർ ഡാമേജ് കോസ് ഡ്യൂ ടു എക്സ്പ്ലോഷനോ മുഖാന്തരം സംഭവിക്കുന്ന ഫയർ ഡാമേജ്. Then fire or any other damage caused directly by aircraft or any other aerial device or articles dropped by aircrafts. അപ്പം എയർക്രാഫ്റ്റ്സ് മുഖാന്തരം അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്സിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന മറ്റെന്തെങ്കിലും വസ്തുക്കൾ മുഖാന്തരവും സംഭവിക്കുന്ന നഷ്ടങ്ങൾ, അതും ഫയർ ഇൻഷുറൻസിൽ കവറേജ് കിട്ടാറുണ്ട്. Then loss or damage due to riot, strike or a terrorist activity but does not include war. യുദ്ധം ഒഴികെ ഒരു ലഹള മുഖാന്തരം ഉണ്ടാകുന്ന, കമ്മ്യൂണൽ റൈറ്റ് മുഖാന്തരം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സമരം മൂലം സംഭവിക്കുന്ന നഷ്ടങ്ങൾ, അപ്പോൾ അവിടെയെല്ലാം എന്താണ്? അവിടെയും ഇൻഷുറൻസ് കവറേജ് കിട്ടാറുണ്ട്. സമരം മൂലം സംഭവിക്കുന്ന അവിടെയെല്ലാം ഒരു ഫയർ ഉണ്ടായിരിക്കണം. ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം സമരക്കാർ ഒന്ന് തീ വെച്ചു, റൈറ്റ് സംഭവിച്ചു, അവരൊന്ന് തീ വെച്ചു, ഇതിനെല്ലാം കവറേജ് കിട്ടും. ദെൻ സ്റ്റോം, സൈക്ലോൺ, ടൈഫൂൺ, ടെമ്പസ്, ഹരിക്കെയിൻ, ടൊർണാഡോ, ഫ്ലഡ് ആൻഡ് ഇതിനെല്ലാം കവറേജ് കിട്ടാറുണ്ട്. ദെൻ ഇമ്പാക്ട് ബൈ എ വെഹിക്കിൾ, ആൻ ആനിമൽ ഓർ ആൻ ഓഫ് ട്രാക്ക് റെയിൽ ടു ദി പ്രോപ്പർട്ടി. ഇതെല്ലാം എന്താണ്? ഒരു ഫയർ ഇൻഷുറൻസിന് കവറേജ് കിട്ടാവുന്നതാണ്. ദെൻ ഡാമേജ് ടു മിസൈൽ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ മുഖാന്തരം ഡാമേജ് സംഭവിക്കുന്നു. ഡാമേജ് ഡ്യൂ ടു ലീക്കേജ് ഫ്രം ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ ഇൻസ്റ്റലേഷനിൽ നിന്നും വാതക ചോർച്ചയുണ്ടായി, അല്ലെങ്കിൽ എൻ്റെ ലിക്വിഡ് ചോർച്ചയുണ്ടായി, അത് മുഖാന്തരം സംഭവിക്കുന്നത്. ഡാമേജ് ഡ്യൂ ടു ബോത്ത് ആക്സിഡൻ്റൽ ബുഷ് ഫയർ ഓർ അതർവൈസ് ആർ കവേർഡ് ബൈ ഫയർ ഇൻഷുറൻസ് പോളിസി ബട്ട് ഫോറസ്റ്റ് ഫയർ ഈസ് എക്സ്ക്ലൂഡഡ്. ഫോറസ്റ്റ് ഫയർ, ഇവിടുത്തെ എന്താ, നമ്മുടെ കാടിന് സംഭവിക്കുന്ന വൈൽഡ് ഫയർ, അതിന് കവറേജ് കിട്ടാറില്ല. ഇതെല്ലാം സാധാരണയായിട്ട് നമുക്കതൊരു ഫയർ ഇൻഷുറൻസ് പോളിസിയിൽ ഇൻഷുറൻസ് കവറേജ് എടുക്കാവുന്നത് എന്തൊക്കെ റീസൺസിനാണ്, അപ്പോൾ അത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തണം. നമ്മൾ ഇന്ന റീസൺസിന് കവറേജ് എടുക്കാവുന്നുള്ളത് ആ പോളിസിയിൽ ഉൾപ്പെടുത്തണം, എങ്കിൽ മാത്രമേ കവറേജ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ജനറലി തീപിടുത്തം മൂലം സംഭവിക്കുന്ന നഷ്ടങ്ങൾ മാത്രം ആയിരിക്കും കവറേജ് കിട്ടുന്നത്. നമ്മളതിന് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫയർ ഇൻഷുറൻസിൻ്റെ. സാധാരണ എന്താ, ഫയർ ഇൻഷുറൻസ് ഈസ് ആൻ ഇൻഷുറൻസ് വിച്ച് ഈസ് പേഴ്സണൽ ഇൻ നേച്ചർ. ഇപ്പം പേഴ്സണൽ നേച്ചറാണ്. അതുപോലെ തന്നെ ഫയർ ഇൻഷുറൻസിന് എല്ലാ പ്രിൻസിപ്പിൾസും ആപ്ലിക്കബിൾ ആണ്. ഇൻ കേസ് ഓഫ് ഫയർ ഇൻഷുറൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡെമിനിറ്റി, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ദെൻ സബ്രഗേഷൻ, കോൺട്രിബ്യൂഷൻ എക്സെട്ര ആർ ആപ്ലിക്കബിൾ ടു ഫയർ ഇൻഷുറൻസ്. ഇപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ എല്ലാ ജനറൽ പ്രിൻസിപ്പിൾസും, നമ്മൾ ആ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എസെൻഷ്യൽ എലമെൻസും ഫയർ ഇൻഷുറൻസ് പോളിസിക്ക് ആവശ്യമാണ്. സോ ഫയർ ഇൻഷുറൻസ്, ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡെമിനിറ്റി, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, സബ്രഗേഷൻ, ദെൻ കോൺട്രിബ്യൂഷൻ വരുന്നത് ഒരേ പ്രോപ്പർട്ടി ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. സബ്രഗേഷൻ എപ്പോഴാണ്? ഇൻഷുറൻസ് കമ്പനി ഡാമേജ് സംഭവിച്ച ആ പ്രോപ്പർട്ടിക്ക് ഫുള്ളായിട്ട് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് ഇൻഷുറൻസ് കമ്പനിയുടെ സ്വത്തായിട്ട് മാറും. അതാണ് സബ്രഗേഷൻ. ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ഫയർ ഇൻഷുറൻസ് പോളിസികളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ ആണ്. ദെൻ ഫയർ ഇൻഷുറൻസ് പോളിസി ക്യാൻ ബി വാലിഡ്ലി അസൈൻ ടു അനദർ ഓൺലി വിത്ത് ദി കൺസെൻറ്റ് ഓഫ് ദി ഇൻഷുറർ. ഫയർ ഇൻഷുറൻസ് പോളിസി അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രയർ കൺസെൻറ്റ് ആവശ്യമാണ്. ലൈഫ് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. മറൈൻ ഇൻഷുറൻസിൽ ചില പോളിസികൾക്ക് ഇത് ആവശ്യമില്ല. ബട്ട് ഫയർ ഇൻഷുറൻസിൽ ഒരു ഫയർ ഇൻഷുറൻസ് പോളിസി അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദി ഇൻഷുറർ ഈസ് എ മസ്റ്റ്. കാരണം എന്താ, ഇറ്റ്സ് എ കോൺട്രാക്ട് ഇൻ പേഴ്സണൽ നേച്ചർ. ഫയർ ഇൻഷുറൻസ് പേഴ്സണൽ നേച്ചറിലുള്ള കോൺട്രാക്റ്റാണ്. അതൊരു പ്രോപ്പർട്ടിക്കല്ല. നമ്മളൊരു ഇൻഷുറൻസ് ഒരു കവറേജ് എന്താ, ആ വ്യക്തിക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്കാണ്, പ്രോപ്പർട്ടിക്ക് വരുന്ന നഷ്ടങ്ങൾക്കല്ല. ആ പ്രോപ്പർട്ടിക്ക് ഡാമേജ് സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പേഴ്സൺ എന്താണ് നഷ്ടം സംഭവിക്കുന്നത്. ഇപ്പോൾ പേഴ്സണൽ നേച്ചറിലായതുകൊണ്ടാണ് നമ്മൾ ഇതിന് കവറേജ് എല്ലായ്പ്പോഴും ഒരു അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രയർ ആയിട്ടുള്ള കൺസെൻറ്റ് വേണമെന്ന് പറയുന്നത്. ദെൻ ദി കോസ് ഓഫ് ഫയർ ഈസ് ഇമ്മെറ്റീരിയൽ ഇൻ ഫയർ ഇൻഷുറൻസ്. തീപിടുത്തത്തിൻ്റെ കാരണം ഇമ്മെറ്റീരിയലാണ്. ഫയർ ഇൻഷുറൻസിൽ ഏത് കാരണം കൊണ്ട് തീ പിടിച്ചാലും if the damage is caused by fire, then the insured can claim damages. Cause of fire is immaterial. The damage should be due to fire. അത്രയേ ഉള്ളൂ. നഷ്ടം സംഭവിച്ചിരിക്കുന്ന തീ മൂലമായിരിക്കണം. തീ ഉണ്ടാകുന്ന എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്. ഇതെന്താണ്, ചിലപ്പം ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാകാം, അല്ലെങ്കിൽ ലൈറ്റ്നിങ് കൊണ്ടാകാം, ഇനി ഇതല്ല എങ്കിൽ റൈറ്റ് മുഖാന്തരമാകാം, സ്ട്രൈക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തീ വെക്കുന്നതാകാം. ഇതെന്താണെങ്കിലും ഈ ദി ലോസ് ഈസ് ഡ്യൂ ടു ഫയർ, തീ മൂലമാണ് നഷ്ടം സംഭവിക്കുന്നതെങ്കിൽ ദി ഇൻഷുർഡ് ക്യാൻ ക്ലെയിം ഡാമേജസ്. കോസ് ഓഫ് ഫയർ ഈസ് ഇമ്മെറ്റീരിയൽ. ദെൻ സാധാരണഗതിയിൽ ഇൻ കേസ് ഓഫ് ഫയർ ഇൻഷുറൻസ് ദി പീരീഡ് ഡസ് നോട്ട് എക്സീഡ് 1 year. എല്ലാ ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ഒരു 1 year കോൺട്രാക്റ്റുകളായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫയർ ഇൻഷുറൻസും അതുപോലെ തന്നെ 1 year ടൈമിലേക്കായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. Then in some cases its extension is allowed by paying additional premium. If the property damage due to fire because of deliberate act of the insured, പ്രോപ്പർട്ടിക്ക് ഡാമേജ് സംഭവിച്ചിരിക്കുന്ന തീപിടുത്തം മൂലം ഡാമേജ് സംഭവിച്ചിനി ഈ തീപിടുത്തത്തിൻ്റെ കാരണം ഇൻഷുർഡിൻ്റെ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ് എങ്കിൽ then such damage or loss will not be indemnified by the insurer. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഒരു ഡാമേജിന് കോമ്പൻസേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇൻഡംനിഫൈ ചെയ്യാനുള്ള ബാധ്യത ഇൻഷുറൻസ് കമ്പനിക്കില്ല. അപ്പം തീപിടുത്തം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇൻഷുറൻസ് കമ്പനി ഇത് ഇൻഷുർഡിൻ്റെ ഒരു വിൽഫുൾ ആക്റ്റാണ് എന്ന് തെളിയിക്കാൻ നോക്കും. അങ്ങനെ ഇൻഷുറൻസ് കമ്പനിക്ക് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇൻഷുർഡിന് യാതൊരുവിധ നഷ്ടപരിഹാരവും കിട്ടുകയില്ല. ഇത്രയും കാര്യങ്ങൾ ജനറലി നമ്മളെന്താ ഫയർ ഇൻഷുറൻസുമായിട്ട് ഓർത്തിരിക്കുക. ഫയർ ഇൻഷുറൻസിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എത്രയാണ്. നെക്സ്റ്റ് ഈസ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. മോട്ടോർ വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിന് കവറേജ് കൊടുക്കുന്ന ഒരു പോളിസിയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ഈസ് ഇൻഷുറൻസ് ഫോർ കാർസ്, ട്രക്സ് ആൻഡ് അതർ വെഹിക്കിൾസ്. മോട്ടോർ വെഹിക്കിൾസിന് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് ഡാമേജസിന് ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു പോളിസിയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. The primary use of motor vehicle insurance is to provide protection against losses incurred as a result of traffic accidents. So in motor vehicle insurance damages are paid which occur as a result of traffic accidents. Traffic അപകടങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് അറേഞ്ച്മെൻ്റ് ആണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. Broadly speaking, it is an insurance cover in respect of motorized vehicles including fire, theft, impact, collision and third-party liability, etc. മോട്ടോർ വാഹനങ്ങൾക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ, മോട്ടോർ വാഹനങ്ങൾ മൂലം തേർഡ് പാർട്ടിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇതിനെല്ലാം കവറേജ് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് അറേഞ്ച്മെൻ്റാണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. ദെൻ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബൈ വിച്ച് the insurer assumes the risk of any loss of the owner or operator of a motor vehicle may incur through damage to property of persons as a result of an accident. ഒരു അപകടം മൂലം, ഒരു ആക്സിഡൻറ്റ് മൂലം വ്യക്തികൾക്കോ അല്ലെങ്കിൽ
മറ്റു വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് നികത്തി കൊടുക്കാനുള്ള ആ നഷ്ടങ്ങൾ നികത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിൽ ഏർപ്പെടുന്നത്. ദെൻ ദി ലോ മാൻഡേറ്റ്സ്, നിയമം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ ദി ഓണേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ടു ഗെറ്റ് ദെയർ വെഹിക്കിൾസ് ഇൻഷുർഡ്. മോട്ടോർ വെഹിക്കിൾസിന് എന്താ ഇൻഷുറൻസ് കവറേജ് ഇല്ല എങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത് കുറ്റകരമാണ്. മോട്ടോർ വാഹനങ്ങൾക്ക് മോട്ടോർ ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. സോ the law mandates that every owner of a motor vehicle must have one motor insurance policy. മോട്ടോർ ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കണം. അതെന്താ, അത് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് പോളിസി ലാപ്സായി കഴിഞ്ഞാൽ ആ വാഹനം നിരത്തിലിറക്കാൻ പാടില്ല. ജനറലി മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് പോളിസി ഇഷ്യൂഡ് ഫോർ എ പീരീഡ് ഓഫ് 1 year. മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് സാധാരണയായിട്ട് ഒരു 1 year പോളിസി ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ എന്തൊക്കെ റിസ്ക്കാണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിൽ കവറേജ് ആയിരിക്കുന്നത്? Under motor vehicle insurance, a personal or a commercial vehicle is subject to combined insurance against the following risk. ഇപ്പം വ്യക്തിക്കും വെഹിക്കിളിനും കമ്പൈൻ ആയിട്ട് കുറേയേറെ റിസ്കുകൾക്ക് കവറേജ് കൊടുക്കാറുണ്ട്. എ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പോളിസി മേ ബി ടേക്കൻ ടു കവർ ഓൾ ദിസ് റിസ്ക്. ഇപ്പം താഴെ മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാ റിസ്കുകൾക്കും കവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പോളിസി എടുക്കണം, ഫുൾ കവർ പോളിസി എടുക്കണം. Loss or damage to motor vehicle and its accessories on account of accident, natural calamities, then and man-made calamities. ഇതിനെല്ലാം എന്താണ് കവറേജ് കിട്ടും. ഇതിൻ്റെ അകത്തെല്ലാം ഇപ്പം നാച്ചുറൽ കലാമിറ്റി ആണെങ്കിൽ ഫയർ, എക്സ്പ്ലോഷൻ, ലൈറ്റ്നിങ്, എർത്ത്ക്വേക്ക്, ഫ്ലഡ്, സൈക്ലോൺ, ലാൻഡ് സ്ലൈഡ്, റോക്ക് സൈഡ് എക്സെട്ര, എല്ലാ നാച്ചുറൽ കലാമിറ്റിയും. മാൻ-മെയ്ഡ് കലാമിറ്റി ആണെങ്കിൽ ബർഗ്ലറി, തെഫ്റ്റ്, റൈറ്റ്, സ്ട്രൈക്ക്, ഇതെല്ലാം ടെററിസ്റ്റ് ആക്ടിവിറ്റി. ഇപ്പം ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന നഷ്ടം. ഇപ്പം നാച്ചുറൽ കലാമിറ്റി, നേച്ചേഴ്സ് ഫ്യൂറി അല്ലെങ്കിൽ മാൻമെയ്ഡ് കലാമിറ്റി, എല്ലാത്തിനും അല്ലെങ്കിൽ ഈ കാരണങ്ങളെല്ലാം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് നമുക്ക് എന്താ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിൽ കവറേജ് വാങ്ങാവുന്നതാണ്. ഡെത്ത് ഓർ ഇഞ്ചുറി ടു ഓണർ ഓർ പാസഞ്ചർ ഓഫ് എ വെഹിക്കിൾ ഡ്യൂ ടു ആക്സിഡൻറ്റ്. ഒരു ആക്സിഡൻറ്റ് കൊണ്ട് ഒരു മോട്ടോർ വെഹിക്കിളിൻ്റെ ഓണറിനോ അല്ലെങ്കിൽ പാസഞ്ചറിനോ സംഭവിക്കുന്ന മരണം, ഇഞ്ചുറി, ഇതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം. ഡാമേജ് പേയബിൾ ടു തേർഡ് പാർട്ടീസ് ബൈ ദി ഓണർ ഓഫ് ദി വെഹിക്കിൾ ഡ്യൂ ടു ആക്സിഡൻറ്റ്. ഇപ്പോൾ ഒരു അപകടം മൂലം തേർഡ് പാർട്ടികൾക്കുണ്ടാകുന്ന, വാഹനത്തിനോ ഓണറിനും പുറമെ തേർഡ് പാർട്ടികൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തി കൊടുക്കുന്നതിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസികൾ. അപ്പോൾ അവിടെ തേർഡ് പാർട്ടികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്കാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കുന്നത്. സോ ഇൻഷുറൻസ് ആസ് ദി ഫസ്റ്റ് 2 types ഓഫ് റിസ്ക് ഈസ് ഓപ്ഷണൽ. ആദ്യത്തെ എന്താ, നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കണമെന്നില്ല, പക്ഷെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അതൊരു മാൻഡേറ്ററി ഓബ്ലിഗേഷനാണ്. സോ ബട്ട് ഇൻഷുറൻസ് ടു കവർ ദി തേർഡ് പാർട്ടി റിസ്ക് ഈസ് മാൻഡേറ്ററി അണ്ടർ ദി മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1956. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1956 പ്രകാരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജ് ഒരു മസ്റ്റാണ്, സ്റ്റാറ്റ്യൂട്ടറി ഓബ്ലിഗേഷനാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജ് എങ്കിലും എടുക്കാത്ത മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത് കുറ്റകരമാണ്.